ഹൃദയപൂർവം ഭാഗം 126. സച്ചിയുടെ ഫോൺ കട്ട് ചെയ്ത് ആ സമയം തന്നെ മാധവ് ശോഭനാമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. ലക്ഷ്മി ക്ലാസ്സിലായിരിക്കും എന്ന് അറിയാവുന്നത് കൊണ്ട് പ്രിൻസിപ്പൽ ശോഭനാമ്മയെ വിളിച്ചത്. അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കേട്ടതും വേഗം പോയി ആ കുട്ടിയെ കൊണ്ടുവരാൻ ശോഭനാമ്മ പറഞ്ഞു. താരയുടെ അമ്മയോട് ശോഭനാമ്മ പറഞ്ഞോളാം എന്നും പറഞ്ഞു. അവരിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഇപ്പോ 2 ദിവസമായിട്ട് വിളിച്ചിട്ടില്ല. എന്തായാലും ഞാൻ അവളെ വിളിച്ച് സംസാരിച്ചോളാം. എത്രയും പെട്ടെന്ന് പോയി ആ കുട്ടിയെ കൊണ്ടുവരാൻ നോക്ക്. അവന്മാരുടെ കയ്യില് താര മോളെ കിട്ടരുത് എന്ന് ശോഭനാമ്മ പറഞ്ഞു. ലക്ഷ്മിയോട് ലീവ് എടുക്കാൻ പറഞ്ഞു. ഞാനിപ്പോ അങ്ങോട്ട് വരാം ലക്ഷ്മിയെ കൊണ്ടുപോകാനായിട്ട് എന്ന് പറഞ്ഞ് മാധവ് ഫോൺ കട്ട് ചെയ്തു. അവർ പിയൂണിനെ വിട്ട് ലക്ഷ്മിയെ വിളിച്ച് കാര്യം പറഞ്ഞു. അവൾ ഹാഫ് ഡേ ലീവ് എടുത്തു. മാധവിന്റെ ഒപ്പം പോകാനായിട്ട് അവിടെ നിന്നും ഇറങ്ങി. സാന്ദ്രയോടും കാര്യങ്ങൾ പറഞ്ഞു. മാധവും ലക്ഷ്മിയും താരയെ കൊണ്ടുവരാനായി തൃശ്ശൂർക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് ലക്ഷ്മിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. താരയെ കൊണ്ടുവരുമ്പോൾ അതറിയുമ്പോൾ ഉണ്ടാകുന്ന തരുണിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നെല്ലാം ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ മാധവ് ഉണ്ടെന്ന ധൈര്യത്തിലായിരുന്നു ലക്ഷ്മി. സച്ചിദേവ് ഇടയ്ക്കിടെ അവരെ വിളിക്കുന്നുണ്ടായിരുന്നു. കൂടെ താരയും. താര റെഡിയായി മാർക്കറ്റ് റോഡിന്റെ അടുത്ത് വന്ന് നിൽക്കാം എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് വരണ്ട എന്ന് താര പറഞ്ഞത് കൊണ്ടാണ് മാധവും ലക്ഷ്മിയും അങ്ങോട്ട് പോയത്. സച്ചിദേവ് ഈശ്വറിന്റെയും ഹരിയുടെയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ നീക്കങ്ങൾ അറിയാൻ അവൻ അവരുടെ പുറകെ തന്നെ മാറാതെ നിന്നു. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ഒടുവിൽ ലക്ഷ്മിയും മാധവും തൃശ്ശൂര് താര പറഞ്ഞ മാർക്കറ്റ് റോഡിനടുത്ത് നിന്നു. അവിടെ എത്തിയതും ലക്ഷ്മി ഫോൺ എടുത്ത് താരയെ വിളിച്ചു. പോകുന്നതിന് മുമ്പ് ശോഭനാമ്മയുടെ നമ്പർ ലക്ഷ്മിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഏതെങ്കിലും കാരണവശാൽ താരയുടെ കോൾ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ ശോഭനാമ്മ ഇടയ്ക്കിടെ താരയുടെ ഫോണിലേക്ക് വിളിക്കാറുള്ളത് കൊണ്ട് സംശയം തോന്നില്ല. തരുണിന്റെ ഭാര്യയ്ക്കും എന്നറിയാവുന്നത് കൊണ്ടാണ് ശോഭനാമ്മയുടെ ഫോൺ കൊടുത്തുവിട്ടത്. ലക്ഷ്മിയുടെ കോള് കണ്ടതും താര ഫോൺ എടുത്തു. അവൾ പറഞ്ഞ സ്ഥലത്തെത്തി ലക്ഷ്മിയും മാധവും കാറിൽ നിന്നും ഇറങ്ങാൻ പോയ ലക്ഷ്മിയെ മാധവ് തടഞ്ഞു. മോളെ, നീ എവിടെയാ? ലക്ഷ്മി ഫോണിലൂടെ ചോദിച്ചു. പെട്ടെന്ന് വേഗം വന്ന് കാറിൽ കയറ്. താരയോട് ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി മാധവ് പറഞ്ഞു. അത് കേട്ട് താര വേഗം വന്ന് കാറിന്റെ പിൻസീറ്റിൽ കയറി ഇരുന്നതും പെട്ടെന്ന് തന്നെ മാധവ് കാർ എടുത്തു. അവിടെ നിന്നും തൃശ്ശൂർ ടൗൺ കഴിഞ്ഞ് കുറച്ചു ദൂരം നീങ്ങിയതിനു ശേഷമാണ് ലക്ഷ്മി തിരിഞ്ഞ് താരയെ നോക്കുന്നത്. അവളുടെ മുഖത്ത് യാതൊരു ടെൻഷനും ഇല്ല എന്ന് ലക്ഷ്മിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. മോൾക്ക് ടെൻഷനൊന്നുമില്ലേ? ലക്ഷ്മി ചോദിച്ചു. എന്റെ പൊന്നു ലച്ചു ചേച്ചി, ചേച്ചിക്ക് എന്നെ കണ്ടിട്ട് ഇതാണോ ചോദിക്കാനുള്ളത്? ഇത്ര നാളായി നേരിട്ട് കണ്ടിട്ട്, അവൾ ചോദിച്ചു. മോളെ, അത് പിന്നെ ചേച്ചി, ഞാൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. എനിക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോകാം. പക്ഷെ ഞാൻ പോയിരിക്കുന്നത് എന്റെ കാമുകനോടൊപ്പം അല്ലല്ലോ, എന്റെ ചേച്ചിയുടെയും ഏട്ടന്റെയും ഒപ്പം അല്ലേ? താര പറഞ്ഞതും അത് കേട്ട് മാധവ് ചിരിച്ചു. ഈ പെണ്ണിന് ഒരു മാറ്റവും വന്നിട്ടില്ല, ലക്ഷ്മി പറഞ്ഞു. അങ്ങനെ മാറ്റം വന്നാ പിന്നെ ഞാൻ താര അല്ലാതാകില്ലേ? അവൾ പറഞ്ഞു. മോളെ, നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ലക്ഷ്മി ചോദിച്ചു. പിന്നല്ലാതെ, ഞാൻ കഴിച്ചു. ഞാൻ അതല്ലേ ലേറ്റായത്? നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ വന്നതാണ്. എനിക്ക് വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയി ഒരു ഷേക്കും ഒരു കട്ട്ലേറ്റും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ലച്ചു ചേച്ചി വിളിക്കുന്നത്. പിന്നെ വേഗം കഴിച്ചിട്ട് ഞാൻ ഇറങ്ങി, അവൾ പറഞ്ഞു. സച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നോ നിന്നെ? മാധവ് ചോദിച്ചതും പെട്ടെന്ന് അവൾ ലക്ഷ്മിയെ നോക്കി. നോക്കണ്ട, എല്ലാം ഞങ്ങൾക്കറിയാം. എന്നാലും ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്, ലക്ഷ്മി പറഞ്ഞതും അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്നതാണ് ലച്ചു ചേച്ചി. പക്ഷെ അതുകൊണ്ട് ഇപ്പോ ഉപകാരമായില്ലേ? താര പറഞ്ഞതും നീ എനിക്ക് ഉപകാരം ഉണ്ടാക്കാനാണോ സച്ചിദേവിനെ പ്രണയിച്ചത്? ലക്ഷ്മി ചോദിച്ചതും അങ്ങനെയല്ല, ഞാൻ അങ്ങനെ കയറി പ്രണയിച്ചത് കൊണ്ടാണല്ലോ ഇപ്പൊ നമുക്ക് ഉപകാരം ഉണ്ടായത്, അവൾ പറഞ്ഞു. അവളുടെ വർത്തമാനം കേട്ട് മാധവിന് നന്നായി തന്നെ ചിരി വരുന്നുണ്ടായിരുന്നു. പിന്നെയും അവളുടെ കുറുമ്പ് നിറഞ്ഞ സംസാരം കേട്ടുകൊണ്ടായിരുന്നു അവർ യാത്ര ചെയ്തത്. വൈകിട്ട് 4 മണിയോട് കൂടി അവർ തിരിച്ച് വീട്ടിലെത്തിയതും താര പെട്ടെന്ന് തന്നെ എല്ലാവരുമായിട്ട് ഇണങ്ങി. ഞാനേ ടീച്ചറമ്മയുടെ വീട്ടിൽ നിന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് താര അങ്ങോട്ട് പോകാൻ പോയതും അതെന്തിനാ അവിടെ നിൽക്കുന്നത്? ലക്ഷ്മി ചോദിച്ചു. ഇവിടെ ഒരുപാട് പേരില്ലേ, ശരത്തേട്ടന്റെ അമ്മയും അച്ഛനൊക്കെ വന്നിട്ടില്ലേ, അതുകൊണ്ട് അവർ പോയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. എന്തിനാ? അതിന്റെ ആവശ്യമില്ല, നീ എന്റെ അനിയത്തിയാണ്, അതുകൊണ്ട് എന്റെ കൂടെയല്ലേ നീ നിൽക്കേണ്ടത്, ലക്ഷ്മി ചോദിച്ചു. മാധവും അത് തന്നെ മതിയെന്ന് പറഞ്ഞു. എന്നാ പിന്നെ എനിക്ക് കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ് എന്റെ ലച്ചു ചേച്ചിയുടെ കൂടെ നിൽക്കാൻ. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്.
താര പറഞ്ഞതും പിന്നെ നിന്നെ പോലെ ഒരു പെങ്കൊച്ചിനെ കൂടി നോക്കാനുള്ള ത്രാണി എനിക്കുണ്ട്. മാധവിന്റെ അച്ഛൻ പറഞ്ഞതും അയ്യോ അങ്കിളെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എല്ലാവരും കൂടി എങ്ങനെയാ ഇവിടെ എന്ന് കരുതിയിട്ട് പറഞ്ഞതാ. അപ്പോ ഏതാണ് എന്റെ മുറി? ഒരു കാര്യം ചെയ്യാം, ഞാൻ ലച്ചു ചേച്ചിയുടെ കൂടെ താമസിച്ചു കൊള്ളാം. താര ഇടം കണ്ണിട്ട് മാധവനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും മാധവിന്റെ മുഖത്തെ ഞെട്ടൽ കണ്ട് ലക്ഷ്മിയും എല്ലാവരും പൊട്ടിച്ചിരിച്ചു പോയി. അവളുടെ നിൽപ്പും ഭാവവും മറ്റുള്ളവരുടെ ചിരിയും കണ്ട് അവൾ തന്നെ കളിയാക്കിയതാണ് എന്ന് മനസ്സിലായ മാധവ് അവളുടെ അടുത്ത് ചെന്ന് അവളുടെ ചെവിയിൽ പിടിച്ചു. വന്ന ഉടനെ തന്നെ എനിക്കിട്ട് പണി തരാണല്ലേ പെണ്ണെ? അയ്യോ ഏട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. താര പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ പുറകിൽ ചെന്ന് അവളെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി. ലച്ചു ചേച്ചി പറഞ്ഞ ഒരു കഥാപാത്രം കൂടി ഉണ്ടല്ലോ, എവിടെയാണ്? മിത്രയാണോ നീ ഉദ്ദേശിച്ചത്? ആ, മിത്ര വരാൻ സമയമാകുന്നതേയുള്ളൂ, മാധവ് പറഞ്ഞു. നീ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം എത്താൻ സമയം ആകുന്നേ ഉള്ളൂ. നീ ആദ്യം തന്നെ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. ഈ കാണുന്നതാണ് മിത്രയുടെ മുറി. മോള് അവിടെ പോയി ഫ്രഷ് ആയിട്ട് വാ. സീതാമ്മ പറഞ്ഞതും അവൾ ബാഗുമായിട്ട് മിത്രയുടെ റൂമിലേക്ക് പോയി. ഒരു വായാടിയാണല്ലേ? സീതാമ്മ ചോദിച്ചതും വായാടിയല്ല, വായ പോയ കോടാലി എന്ന് പറയുന്നതാണ് നല്ലത്. എവിടെ എന്ത് പറയണമെന്ന് പെണ്ണിനൊരു രൂപവും ഇല്ല. അവൾക്ക് എന്ത് തോന്നുന്നോ അത് അവൾ പറഞ്ഞിരിക്കും. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊന്നും പെണ്ണ് നോക്കില്ല. ലക്ഷ്മി പറഞ്ഞു. അത് കുഴപ്പമില്ല മോളെ, അവള് വന്നപ്പോ ഈ വീടിന് കുറച്ചുകൂടി ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായി. ഇനി അതുപോലത്തെ ഒരു സാധനം ഇവിടെയുണ്ടല്ലോ, അതുകൊണ്ട് രണ്ടുപേരും ഒത്തുപോയിക്കൊള്ളും അല്ലേ? ശരത്തേട്ടന്റെ അച്ഛനും അമ്മയും എവിടെ? ലക്ഷ്മി ചോദിച്ചതും അവര് ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു പോയതാ മോളെ. അല്ല, അവരൊക്കെ എവിടെയുണ്ടെന്ന് ആരാ താരമോളോട് പറഞ്ഞത്? സീതാമ്മ ചോദിച്ചു. വേറെ ആര്? സച്ചി പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ പോരുമ്പോ ഞാനും പറഞ്ഞു. പിന്നെ ഫോൺ വിളിക്കുമ്പോ എല്ലാം ഞാൻ പറയാറുണ്ടല്ലോ, ലക്ഷ്മി പറഞ്ഞു. മോളെ, മോളും പോയി ഫ്രഷ് ആയിട്ട് വാ. ടീച്ചറമ്മ പറഞ്ഞതും ലക്ഷ്മി ഫ്രഷ് ആവാനായി റൂമിലേക്ക് പോയി. താരയെ കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ടീച്ചറമ്മയും മാഷും ഗംഗയും ഇഷാനിയും എല്ലാവരും അവളെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. ഇഷാനി നാളെ തിരിച്ച് എറണാകുളത്തേക്ക് പോകുന്നതിന്റെ ഒരു വിഷമമുണ്ടായിരുന്നു. അപ്പോഴേക്കും സാന്ദ്രയും മിത്രയും മനുവും എല്ലാം എത്തി. എവിടെ പുതിയ നമ്മുടെ അതിഥി? സാന്ദ്ര ചോദിച്ചുകൊണ്ടാണ് കയറി വന്നത്. ഫ്രഷ് അവനെ പോയിരിക്കുകയാണ്, താരമോളും ലക്ഷ്മിയും, സീതാമ്മ പറഞ്ഞു. അപ്പോഴേക്കും മിത്രയുടെ റൂമിന്റെ ഡോറ് തുറന്ന് ഒരു ടീഷർട്ടും ഒരു സ്കേർട്ടും ഇട്ടുകൊണ്ട് താര പുറത്തേക്ക് ഇറങ്ങി. സാന്ദ്രയും മിത്രയും മനുവും എല്ലാം താരയുമായി പരിചയപ്പെട്ടു. അപ്പോഴേക്കും മറ്റൊരു കാറ് വന്ന് മുറ്റത്ത് നിന്നത്. അതിൽ നിന്നും ദേവികയും ശരത്തും ഇറങ്ങിയതും താര ഓടിച്ചെന്ന് ദേവികയെ കെട്ടിപ്പിടിച്ചു. ദേവ് ചേച്ചി എന്നുള്ള വിളിയോടെയാണ് അവൾ ദേവികയെ ചെന്ന് കെട്ടിപ്പിടിച്ചത്. തിരിച്ച് അവളെ ദേവികയും കെട്ടിപ്പിടിച്ചു. കുറച്ചു നേരം മുറ്റത്ത് തന്നെ നിന്നു. താര പരാതിയും പരിഭവങ്ങളും വിശേഷങ്ങളും എല്ലാം പറയുന്നത് കണ്ടതും അവരുടെ അടുത്തേക്ക് വന്ന ശരത്ത് ദേവികയെ ചേർത്ത് പിടിച്ചതും ഇതാണ് ശരത്തേട്ടൻ അല്ലേ? താര ചോദിച്ചതും പിന്നെ ശരത്തുമായിട്ടും അവൾ സംസാരിച്ചു. അച്ഛനും അമ്മയും ഇവിടെ ഇല്ലാത്തത് ഭാഗ്യം, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണായിരുന്നു. അവൾ പറഞ്ഞതും അവൾക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നന്നായി അറിയാമെന്ന് അവർക്ക് മനസ്സിലായി. പിന്നീട് എല്ലാവരും ഒരുമിച്ച് ചായ കുടിക്കുമ്പോഴാണ് മോനെ ശരത്തെ, നിന്റെ അമ്മയും അച്ഛനും പെട്ടെന്ന് വരാന്ന് പറഞ്ഞ് പോയതാണ്. ആ പോക്കില് എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, മാധവിന്റെ അച്ഛൻ പറഞ്ഞതും ഒരു സംശയവും വേണ്ട, എന്നെയും ഗംഗയെയും കല്യാണം കഴിപ്പിക്കാനുള്ള പണിയായിട്ടാണ് പോയിരിക്കുന്നത്. എങ്കില് അത് ഞാൻ 8 മടക്കി കൊടുക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ ഇഷ്ടങ്ങളും ഞങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ട്. അതിൽ അച്ഛനും അമ്മയും കൈ കടത്തരുത് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമാണ് വിവാഹം. അത് ഞങ്ങളായിട്ട് തന്നെ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയാൽ അതിന് ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരുടെ ഇഷ്ടങ്ങൾ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. എന്റെ ഇഷ്ടത്തെ അവർ ഒരിക്കൽ എന്നിൽ നിന്നും നഷ്ടപ്പെടുത്തിയതാണ്. ഇനിയും അത് തന്നെയാണ് അവർ ആവർത്തിക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ ഞാൻ നോക്കി നിൽക്കില്ല, ശരത്ത് പറഞ്ഞു. ഇനിയിപ്പോ നീ ഒന്നും പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. നമ്മളോട് ഇതുവരെ അവർ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അവർ പറയുന്നത് വരെ കാത്തിരിക്കാന്ന് സീതാമ്മ പറഞ്ഞതും കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇനി അവിടെ ചെന്ന് ഏതോ ഒരു പെണ്ണിന് വാക്കം കൊടുത്ത് ഇവിടെ വന്നിട്ട് ഞാൻ അവളെ കെട്ടണം എന്ന് പറഞ്ഞാ സമ്മതിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. എന്നോട് ഒരു വാക്കെങ്കിലും ചോദിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ആദ്യം എന്നോട് ചോദിക്കുമോ എന്ന് ഞാൻ നോക്കട്ടെ, ശരത്ത് പറഞ്ഞു. അത് തന്നെയാണ് എന്റെയും അഭിപ്രായം.
എന്നോടും ചോദിക്കുമോ എന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഞങ്ങള് വിവാഹത്തിന് സമ്മതം പറയണോ വേണ്ടയോ എന്ന്. ഗംഗ അത് പറഞ്ഞത് കേട്ടുകൊണ്ടാണ് സന്ദീപ് അങ്ങോട്ട് വന്നത്. എന്തോന്ന്? ഞാൻ കേട്ടില്ല. നീ എന്താ പറഞ്ഞത്? സമ്മതാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ എന്ന് അല്ലേ? നിനക്ക് സമ്മതമല്ല എന്ന മറുപടി കൊടുക്കാൻ എന്താ ഇത്ര മടി? സന്ദീപ് വന്ന് ഗംഗയുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചതും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്റെ പൊന്നു സന്ദീപേട്ടാ, അവൾ പറഞ്ഞു. ഇനി ഇപ്പോ അതും പറഞ്ഞ് വഴക്കിടാൻ നിൽക്കണ്ട. എന്തായാലും അച്ഛനും അമ്മയും ഇന്ന് വരുമ്പോ തന്നെ ഞാൻ സംസാരിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്, ശരത്ത് പറഞ്ഞു. എന്റെ പൊന്നു ശരത്തേട്ടാ, ഞാൻ വന്ന് കാല് കുത്തിയുള്ളൂ. അതിനു മുമ്പായിട്ട് ഒരു പ്രശ്നമുണ്ടാക്കിയ ഞാൻ വന്ന് കയറിയതിന്റെ ഐശ്വര്യക്കേടാണെന്ന് പറയൂ. താര പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി. അതിന് നിന്നെ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നതൊന്നും അല്ലല്ലോ. വലത് കാല് വെച്ച് കയറി ഈ വീട്ടിൽ മരുമകളായിട്ട് വരുന്നത് പോലെയാണല്ലോ നിന്റെ പറച്ചിൽ കേട്ടാൽ. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഞാൻ ഈ വീട്ടിൽ കാല് കുത്തി അപ്പോഴേക്കും പ്രശ്നം തുടങ്ങിയെന്ന് എന്തിനാ പറയിപ്പിക്കുന്നത്? ഞാനൊരു പാവല്ലേ? അവൾ ചോദിച്ചു. ഇന്ന് തന്നെ അത് പറഞ്ഞില്ലെങ്കിൽ വേറെ പ്രശ്നമാകും മോളെ. അതുകൊണ്ടാണ് ഇന്ന് തന്നെ പറയാമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനത് ഇന്ന് തന്നെ പറയുമെന്ന് തീരുമാനിച്ചതാണ്, ശരത്ത് പറഞ്ഞു. മാധവിന്റെ അച്ഛനും അമ്മയും മാഷും ടീച്ചറമ്മയും പരസ്പരം നോക്കി. മാഷേ, നമുക്കിന്ന് എവിടെയെങ്കിലും ഒന്ന് പോയാലോ? നാളെ വന്നാ പോരെ എന്നിട്ട്? മാധവിന്റെ അച്ഛൻ ചോദിച്ചതും നല്ല ധൈര്യമാണല്ലോ അച്ഛന്. മിത്ര ചോദിച്ചതും ധൈര്യക്കുറവൊന്നുമല്ല മോളെ. ശരിയാ, ധൈര്യക്കുറവൊന്നല്ല, പേടി. മിത്ര പറഞ്ഞതും ഇവൾ ഇന്നലെ മുതൽ എന്നെ കളിയാക്കുന്നതാണ്. വേണ്ട മോളെ. അയ്യോ അച്ഛൻ, ഞാൻ കളിയാക്കിയതല്ല അച്ഛനെ. എന്തുകൊണ്ടാണ് ചിറ്റയോട് അച്ഛന് ഒന്നും പറയാൻ പറ്റാത്തത്? ഇതിപ്പോ ഞാൻ എന്ത് പറയാനാണ്? അവൻ ഇഷ്ടമുള്ള പെൺകുട്ടിയെയും ഇവൾക്ക് ഇഷ്ടമുള്ള ആണിനെയും വിവാഹം കഴിച്ചു. അതിന് ഞാൻ എന്ത് പറയാനാണ്? അതേ ചോദ്യം അച്ഛൻ അവരോട് ചോദിച്ചാൽ പോരെ, ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന്. മിത്ര പറഞ്ഞതും അത് ശരിയാ, ഈ ചോദ്യം ഞാൻ അവളോട് ചോദിച്ചാ പോരെ. മാധവിന്റെ അച്ഛൻ പറഞ്ഞതും ഇപ്പൊ ഒരു ധൈര്യമൊക്കെ വന്നില്ലേ അങ്കിളെ? അതുകൊണ്ട് ഇനി ധൈര്യമായിട്ട് ഇവിടെ നിൽക്ക്. താര പറഞ്ഞതും അല്ലെങ്കിലും ധൈര്യത്തിന് കുറവൊന്നുമില്ല മോളെ. അത് ശരിയാ, അങ്കിളിന് ധൈര്യത്തിന് കുറവൊന്നുമില്ല എന്ന് മനസ്സിലായി. പിന്നെയും അവർ വിശേഷങ്ങളും തമാശകളും പറഞ്ഞിരിക്കുമ്പോഴാണ് ഉദയൻ വന്നത്. ഉദയനും താരയുമായിട്ട് നന്നായി തന്നെ പരിചയപ്പെട്ടു. ഉദയനും ഇഷ്ടമായി താരയെ. അല്ല കൊച്ചേ, സച്ചി ഇനി എപ്പോഴാ വരുന്നത്? വരുന്ന കാര്യം വല്ലതും പറഞ്ഞോ? ഇല്ല ചേട്ടാ, ഞാൻ ചോദിച്ചതില്ല. എന്നോട് ഇങ്ങോട്ടൊന്നും പറഞ്ഞതുമില്ല. അവിടുന്ന് വരാൻ വേണ്ടി നിൽക്കുകയാണല്ലോ അവരുടെ സഹോദരി. അതുകൊണ്ട് സച്ചേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞ പുറകിൽ വന്നാലോ എന്ന് കരുതിയായിരിക്കും വരുന്ന കാര്യം ഒന്നും പറയാതിരിക്കുന്നത്, അവൾ പറഞ്ഞു. സന്ദീപേ, നിന്റെ അനിയത്തിക്കുട്ടിയാണ്, നിന്റെ അനിയന്റെ പെണ്ണ്, ഉദയൻ പറഞ്ഞതും ഇനി ആ വീട്ടിലുള്ളത് സഞ്ജയാണ്. അവനും ഇതുപോലെ എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ എന്ന് അറിയണം, സന്ദീപ് പറഞ്ഞതും എന്തായാലും ആ വീട്ടിലുള്ള 2 ആൺമക്കൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയെ കണ്ടെത്തി. എന്തായാലും നിന്റെ അമ്മയ്ക്കും അച്ഛനും ഇതിലും വലിയൊരു അടി ഇനി കിട്ടാനില്ല, ശരത്ത് പറഞ്ഞതും അത് ശരിയാ. അവര് വല്ല കൊമ്പത്തു നിന്നും ഇവർക്കുള്ള പെമ്പിള്ളേരെല്ലാം കണ്ടുവച്ചിട്ടുണ്ടാവും. ഇത് ശരിക്കും തിരിച്ചടിയാണ്, ഉദയനും പറഞ്ഞു. ഇതേ സമയം താര മാധവിന്റെ വീട്ടിൽ എത്തിയെന്നുള്ള ആശ്വാസത്തിലായിരുന്നു സച്ചിദേവ്. രാത്രി 10 കഴിഞ്ഞു. വീട്ടിലെത്തിയ തരുണിനും ഭാര്യയ്ക്കും വീട്ടിലെ നിശബ്ദത കണ്ടപ്പോൾ അസ്വസ്ഥമായി തോന്നി. സാധാരണ ഇങ്ങനെയല്ല. ജോലി കഴിഞ്ഞു വരുമ്പോൾ എപ്പോഴും താര ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, കൂടെ അച്ഛനും. ഇപ്പോ ആകെ ആളനക്കമില്ലാത്തതുപോലെ. ജോലി കഴിഞ്ഞുള്ള ക്ഷീണത്തിൽ പോലും അവന്റെ കണ്ണുകൾ ആദ്യം തിരഞ്ഞത് താരയായിരുന്നു. ഹാളിൽ ആരുമില്ല, മുറിയിൽ ലൈറ്റ് ഇല്ല. അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ പാത്രം കഴുകുകയാണ്. താര എവിടെ? അവൻ ചോദിച്ചു. അവൾ ഇവിടെയില്ല. ഇവിടെയില്ലേ? അവള് പിന്നെ എവിടെ പോയി? അവൻ വീണ്ടും ചോദിച്ചു. അവൾ പഠനത്തിന്റെ കാര്യത്തിനായിട്ട് ബാംഗ്ലൂർക്ക് പോയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് പോയി. അത് കേട്ട നിമിഷം തരുണിന്റെ നെഞ്ചിൽ വെള്ളടി പൊട്ടി. അവന്റെ മനസ്സിൽ ഈശ്വരന്റെ മുഖം തെളിഞ്ഞു വന്നു. അതേ ഞെട്ടോളോടെ തന്നെ നിൽക്കുകയാണ് അവന്റെ ഭാര്യയും. അവൻ നേരെ അമ്മയും അച്ഛനും ഹാളിൽ ഇരിക്കുന്നത് കണ്ട് അങ്ങോട്ട് ചെന്നു. ഇതെന്താ, എന്നോടൊന്നും പറയാതെ അവൾ എങ്ങനെ പോകും? തരുൺ പൊട്ടിത്തെറിച്ചു. ഇത് എന്റെ വീടല്ലേ? അവൻ ചോദിച്ചതും അച്ഛൻ കസേരയിൽ നിന്നും എഴുന്നേറ്റു. അവന്റെ മുന്നിൽ ചെന്ന് നിന്നു. ഇതുവരെ നീ ഈ വീട്ടിലെ ഒരു കാര്യവും അന്വേഷിച്ചിട്ടില്ല. ഇന്ന് മാത്രം നിനക്ക് അവളുടെ കാര്യം അറിയണം അല്ലേ?
തരുൺ ഫോൺ എടുത്ത് താരയുടെ നമ്പറിൽ വിളിച്ചു. സ്വിച്ച് ഓഫ്. അവൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു. ഒന്നും കിട്ടിയില്ല. അവളെ കോണ്ടാക്ട് ചെയ്യാൻ വേറെ നമ്പർ ഉണ്ടോ? അവൻ അമ്മയോട് ചോദിച്ചു. അത് ചോദ്യമല്ലായിരുന്നു, ഒരു ബഹളായിരുന്നു. മതി തരുൺ, ഇനി നീ അവളുടെ കാര്യത്തിൽ ഇടപെടേണ്ട. അവൾ പഠിക്കാൻ പോയിരിക്കുകയാണ്. അവൾ പഠിക്കട്ടെ, അവൾക്ക് സമാധാനം വേണം പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും മുറിയിലേക്ക് പോയി. ആ വാക്കുകൾ അവന്റെ നെഞ്ചിൽ തീ പോലെ വീണു. തരുണും ഭാര്യയും ഹാളിലെ സോഫയിൽ തളർന്നിരുന്നു. നിനക്കറിയാലോ, കുറച്ചു മുമ്പ് സ്റ്റേഷനിൽ നിന്നും വിളിച്ച കാര്യം. നിന്റെ അച്ഛനും അമ്മയും സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മിയെ അന്വേഷിച്ചു വരുന്നവർ തന്നെയും തന്റെ കുടുംബത്തെയും ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞ്. ലക്ഷ്മിയുടെ കാര്യത്തിൽ നിന്റെ അച്ഛനും അമ്മയും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞിട്ടായിരിക്കും ഇവർ കേസ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും അവർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്നല്ലേ? ഇനി നിന്റെ സഹോദരിയും അവരുടെ കൂടെയാണോ? അത് കേട്ടപ്പോൾ തരുണിന് തല കറങ്ങി. അവന്റെ മനസ്സ് ഒരു നിമിഷം നിശ്ചലമാകുന്നത് പോലെയൊക്കെ അവന് തോന്നി. അവൻ ഫോൺ എടുത്തു. ഇപ്പോ അവൻ വിളിക്കാൻ പോകുന്ന ആളുടെ പേര് അവനെ ഭയപ്പെടുത്തി. ഹലോ ഈശ്വർ. അപ്പുറത്തു നിന്ന് ഈശ്വറിന്റെ തണുത്ത ശബ്ദമായിരുന്നു. ഈശ്വർ, ഞാൻ തരുണാണ്. ഒരു നിമിഷം നിശബ്ദമായി. പറയ്, ഈശ്വർ പറഞ്ഞു. എല്ലാം കൈവിട്ടു പോകുന്നു. താരയെ കാണാനില്ല. അവളുടെ ഫോൺ ഓഫാണ്. വീട്ടിലാരും സത്യം പറയുന്നില്ല. അവൻ ശ്വാസം ആഞ്ഞു വലിച്ചു. ഈശ്വറിനറിയാലോ ലക്ഷ്മിയുടെ കേസ്. എന്റെ അച്ഛനും അമ്മയും അവളുടെ പേരും പറഞ്ഞ് അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും തരുൺ പറയുന്ന വാക്കുകൾ കേട്ട് ഈശ്വർ ഒന്നും മിണ്ടാതെ നിന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.